ഹലോ എവ്രി വൺ. പൊതുവെ മാതാപിതാക്കളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു സംശയം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി ചെലവ് കൂടിയതാണോ എന്നാണ് പലരുടെയും സംശയം. ആ ഒരു ക്വസ്റ്റ്യൻ അത്യാവശ്യം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാരണം പല സ്കൂളുകളിലും മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയിൽ അല്ലെങ്കിൽ മോണ്ടിസോറി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നല്ല പൈസ, അതായത് ഫീസ് ഈടാക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയോ? പലപ്പോഴും നമ്മൾ ഫീസ് നോക്കിയിട്ട് അയ്യോ ഇവിടെ ഫീസ് കൂടുതലാണ്, ഇവിടെ കുട്ടിയെ ജോയിൻ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറുമുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ചിന്താഗതി വരുന്നത്? നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയിൽ ഇത്രത്തോളം ഫീസ് കൂടുതലുള്ളത്? വലിയ രീതിയിലുള്ള വ്യത്യാസമൊന്നുമില്ല, എങ്കിലും ചില സ്കൂളുകളിൽ ചെറിയ രീതിയിൽ മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിക്കായിട്ട് അമിതമായിട്ടുള്ള ഫീസ് ഈടാക്കാറുണ്ട്. ടു ബി ഫ്രാങ്ക് ആയിട്ട് പറയാണ്. പക്ഷേ ചില കാരണങ്ങൾ. ഒന്ന്, മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠന വസ്തുക്കളാണ് നമ്മൾ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്നത്. അതൊരു ട്രഡീഷണൽ ക്ലാസ് റൂമിൽ നമുക്കൊരിക്കലും ലഭ്യമല്ല. രണ്ടാമത്തേത്, കൃത്യമായിട്ടുള്ള പരിശീലനം ലഭിച്ചു വന്ന അധ്യാപകരാണ്. അപ്പം അവരെ കൂടെ നമ്മൾ ഈ ഒരു വിദ്യാഭ്യാസ രീതിയുടെ ഭാഗമാക്കി മാറുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിലവ് കൂടുന്നുണ്ട്. മൂന്നാമത്തേത്, നമ്മളൊരു പാഠപുസ്തകം കൊടുത്ത് കുട്ടികളുടെ അടുത്ത് അതിലുള്ളത് വായിച്ച് പഠിച്ചോളൂ, ബോർഡിൽ എഴുതി തരുന്നത് നോക്കി പഠിച്ചോളൂ, എക്സാമിന് വരുന്ന കാര്യങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല ഒരു മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയിലൂടെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മറിച്ച് കുട്ടികളെ നമ്മൾ വ്യക്തമായി ശ്രദ്ധിക്കുകയും അവരുടെ വ്യക്തിഗത താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് മോണ്ടിസോറിയിൽ അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്ഥലത്ത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഫീസ് കൂടുതലാണെന്ന് കരുതി അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ അന്വേഷിക്കാതെ ഒരിക്കലും നമ്മൾ ആ ഓപ്ഷൻ മാറ്റിവെക്കാൻ പാടുള്ളതല്ല. ബിക്കോസ് ആ കുട്ടിക്ക് ആ സ്കൂളിൽ ലഭിക്കുന്ന പഠന അനുഭവവും അതേപോലെ തന്നെ വളർച്ചാ സൗകര്യങ്ങളെക്കുറിച്ചും കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി കുറച്ച് ചെലവ് കൂടിയതാണ് എന്ന് പറയുമ്പോഴും നമുക്കതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണെങ്കിൽ കുട്ടികളെ ആ വിദ്യാഭ്യാസ രീതിയുടെ ഭാഗമാക്കുന്നതിൽ ആരും സംശയപ്പെടേണ്ട. അപ്പോൾ ഇനി നമ്മുടെ കുട്ടികളെ ഒരു സ്കൂളിൽ അഡ്മിഷന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ അവിടെ മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, ഫീസ് കുറച്ചധികമാണ് എന്ന് കരുതി ഒരിക്കലും ആ ഓപ്ഷൻ മാറ്റി വെക്കരുത്. എന്തുകൊണ്ടാണ്? നമുക്കിപ്പോൾ അറിയാലോ എന്തുകൊണ്ടാണ് മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയിൽ ഫീസ് കുറച്ച് കൂടുതൽ ഉണ്ടാകാനുള്ള ആ ഒരു കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? യെസ്. ഇനി മികച്ചൊരു മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ രീതിയുടെ ഭാഗമാകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് us. യെസ്, കേരളത്തിൽ തന്നെ മികച്ച രീതിയിലൂടെ മോണ്ടിസോറി വിദ്യാഭ്യാസം നിങ്ങൾക്കായി നൽകുന്ന ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മേറ്റിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഫോർ മോർ ഡീറ്റെയിൽസ് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒപ്പം കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.